രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സിക്കേം എന്ന പ്രദേശത്ത് ഒരു സമരിറ്റൻ കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ജസ്റ്റിൻ പ്ലേറ്റോ തുടങ്ങിയ തത്വശാസ്ത്രജ്ഞരുടെ ഗ്രന്ഥങ്ങൾ അഗാധമായി പഠിച്ചിട്ടും സ്രഷ്ടാവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരികയും ഒടുവിൽ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 30-ാം വയസ്സിൽ ക്രൈസ്തവ രക്തസാക്ഷികളുടെ മാതൃകയാൽ ആകർഷിതനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച അദ്ദേഹം താൻ ഗ്രഹിച്ച സത്യങ്ങൾ എല്ലാവരും അറിയണമെന്ന അതിയായ ആഗ്രഹത്താൽ ഒരു ഗ്രന്ഥമെഴുതി റോമൻ ചക്രവർത്തി അന്റോണിന്യൂസിനും റോമൻ സെനറ്റിനും സമർപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെപ്പറ്റി മറ്റൊരു വിശ്വാസ നീതീകരണ ഗ്രന്ഥം രചിച്ച അദ്ദേഹം പാഷണ്ഡതകൾക്കെതിരെയും അതീവ ജ്ഞാനത്തോടെ പോരാട്ടത്തിലേർപ്പെട്ടു. വിഗ്രഹങ്ങളെ പൂജിക്കാത്തവരെ ആദ്യം ചമ്മട്ടി കൊണ്ടടിക്കാനും ശേഷം ശിരച്ഛേദം ചെയ്യാനുമുള്ള പ്രീഫെക്റ്റിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ രക്തസാക്ഷിത്വത്തിനായി ലഭിച്ച അവസരത്തെ ഓർത്ത് സന്തോഷിച്ച അദ്ദേഹം ധൈര്യസമേതം താൻ ക്രൈസ്തവനാണെന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യസഹജമായ യുക്തിവാദങ്ങളെ വിശ്വാസ സത്യങ്ങളാൽ നീതീകരിച്ച സഭയുടെ ആ ധീരയോദ്ധാവ് ശിരച്ഛേദം ചെയ്യപ്പെട്ട് തൻ്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായി.